നജാത്ത് കോളേജ് വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ ക്രൂരമർദ്ദനത്തിൽ സീനിയർ വിഭാഗം വിദ്യാർത്ഥികൾക്കെതിരെ കോളേജ് അധികൃതരുടെ നടപടി. സംഘർഷത്തിൽ പങ്കാളികളായ 8 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. നടപടി മർദ്ദനമേറ്റ ഡിഗ്രി 2ാം വർഷ വിദ്യാർത്ഥി നഫീഹിന്റെ പിതാവിന്റെ പരാതിയെ തുടർന്നെന്ന് കോളേജ് അധികൃതർ. നജാത്ത് കോളേജിൽ നടന്ന റാഗിങ്ങിന്റെ ഭാഗമായാണ് സംഘർഷമെന്നത് വാസ്തവ വിരുദ്ധമാണെന്നും ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾ തമ്മിൽ യാതൊരു തർക്കങ്ങൾ പോലും ഉണ്ടായിട്ടില്ല എന്നും CCTV ഉൾപ്പെടെയുള്ള പരിശോധനയിൽ വ്യക്തമാണ്. കോളേജിന്റെ പുറത്തുണ്ടായ പ്രശ്നങ്ങളാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഇത്തരം സംഭവങ്ങൾ കോളേജ് ഒരു കാരണവശാലും വെച്ചുപൊറുപ്പിക്കില്ല. വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഇനിയും ഇത്തരം നടപടി ഉണ്ടായാൽ ശക്തമായ അച്ചടക്ക നടപടി കോളേജ് സ്വീകരിക്കുമെന്നും വൈസ് പ്രിൻസിപ്പൽ മുഹമ്മദ് അസ്ലം പറഞ്ഞു. നമ്മുടെ 25/6/26 വ്യാഴാഴ്ചയാണ് ഒരു കോളേജിന്റെ പുറത്ത് വെച്ച് 2ാം വർഷ 3ാം വർഷ വിദ്യാർത്ഥികൾ തമ്മിലൊരു സംഘർഷം ഉണ്ടാവുകയും അതിൽ 2ാം വർഷ വിദ്യാർത്ഥിയായ നാഫിഹ എന്ന പേരുള്ള ഒരു വിദ്യാർത്ഥിക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കോളേജിൽ ഒരു പരാതി നൽകുകയും വിദ്യാർത്ഥി ഒരു പരാതി നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ടാലറിയാവുന്ന 8ഓളം വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി തുടർ നടപടികളുമായിട്ട് കോളേജ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് അത് കൗൺസിൽ മീറ്റിംഗ് എല്ലാം കൂടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ മേൽപ്പറഞ്ഞ ഈ കുട്ടിയെ തന്ന പരാതിക്കാരൻ നൽകിയ ഈ 8 വിദ്യാർത്ഥികളെതിരെയും മറ്റാരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നോക്കി അവർക്കെതിരെയും കോളേജിൻ്റെതായിട്ടുള്ള നടപടികൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. സന്തോഷങ്ങളും വിഷമങ്ങളും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ചും വിചാരിക്കാത്ത നേരത്തുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.